നമസ്കാരം. വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഫൊക്കാനയുടെ മുൻ പ്രസിഡന്റ് ജോർജ് വർഗീസാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഫൊക്കാന എന്ന് പറയുന്നത് നമുക്കറിയാം, അമേരിക്കയിലെ ഏറ്റവും വലിയ മലയാളി സംഘടനയാണ്. അമേരിക്കയിൽ ഒരുപാട് സംഘടനകളുണ്ട്, രാഷ്ട്രീയമായി സംഘടനകളുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയൊക്കെ എനിക്ക് തോന്നുന്നു ഒത്തിരി സംഘടനകളുണ്ട്. ഈ സംഘടനകളുടെ എല്ലാം ഒരു അപ്പക്സ് ബോഡിയായിട്ട് രാഷ്ട്രീയ സംഘടനകൾ ഒഴിച്ച് മറ്റ് സാംസ്കാരിക സംഘടനകൾ, ആ സംഘടനകളുടെ ഒരു അപ്പക്സ് ബോഡിയായിട്ടാണ് ഈ ഫൊക്കാന പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഫൊക്കാന നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ മുതുകാടിൻ്റെ പ്രോജക്റ്റിലൊക്കെ നിങ്ങളുടെ സമയത്താണെന്ന് തോന്നുന്നു. അപ്പം ഇദ്ദേഹം പ്രസിഡൻ്റായിട്ടിരുന്ന സമയത്താണ് മുതുകാടിൻ്റെ അവിടെ കുറേ കാര്യങ്ങൾ, കുറേ കുട്ടികളെ സംരക്ഷിക്കാനൊക്കെ ഒത്തിരി ഫണ്ടുകളൊക്കെ കൊടുക്കുകയും അവർ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ ഭാഷയ്ക്കൊരു $1 ഇല്ലേ? അതെ അതെ അതെ, അതൊരു വലിയൊരു പദ്ധതിയാണ്. ഭാഷയ്ക്കൊരു $1 എന്നും പറഞ്ഞ് ഇവർ നടപ്പിലാക്കുന്നത്. അപ്പോൾ അതുപോലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ, ചികിത്സാ സഹായങ്ങൾ, ക്യാൻസർ ചികിത്സാ പദ്ധതികൾ, ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ അവർ നമ്മുടെ കേരളത്തിന് വേണ്ടി അവർ ചെയ്യുന്നുണ്ട്. അവർ ദൂരെ പോയാലും ഈ 7ാം കടലിനക്കരെ വന്നിട്ടും നമ്മളെ മറന്നിട്ടില്ലെന്നുള്ളതാണ്. ഇപ്പോൾ പണ്ടുള്ളവർ പറയാറുണ്ട്, ഈ നാട് മറന്നാലും മൂട് മറക്കരുതെന്ന്. എന്തായാലും അതവർ കൃത്യമായി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കേരളം വലിയൊരു ദുരന്തത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് നിൽക്കുന്നത്. അതിന് നിങ്ങൾക്ക് എന്ത് സഹായിക്കാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും? തീർച്ചയായും ഇത് ഫൊക്കാന എന്ന് പറയുന്നത് അമേരിക്കയിലും കാനഡയിലും ഉള്ളതായിട്ടുള്ള മലയാളി സംഘടനകളുടെ ഒരു കേന്ദ്ര കൂട്ടായ്മയാണ്, ഒരു അപ്പെക്സ് ബോഡിയാണ്. ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് കേരളത്തിൻ്റെ കലകളും കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക പശ്ചാത്തലങ്ങളുമെല്ലാം ഇവിടുത്തെ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുകയും കേരളവുമായിട്ട് നല്ലൊരു ബന്ധം, ഞങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുന്ന് വന്നതാണെങ്കിലും ഇപ്പോഴും കേരളത്തിൻ്റെ നല്ല ഓർമ്മകളും കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ ഓരോന്നും ഓരോ സമയത്തും കേരളത്തിലെ ആളുകൾ കാണുന്നതിനേക്കാൾ കൂടുതൽ സമയമെടുത്ത് കാണുകയും അത് ആസ്വദിക്കുകയും അതുപോലെ തന്നെ അതിനെപ്പറ്റി കൺസേൺഡ് ആയിട്ടതായിട്ട് ഒരു കൂട്ടം ആളുകളാണ് ഈ അമേരിക്കയിലുള്ള മലയാളികൾ. ഞങ്ങൾ പുറത്ത് വന്ന് ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ആയെങ്കിൽ തന്നെ കേരളത്തിൻ്റെ ബന്ധങ്ങളിൽ നിന്നൊരു മാറ്റവും ഞങ്ങൾക്കാർക്കും ഉണ്ടായിട്ടില്ല. കാരണം അതുപോലെ കേരളവുമായിട്ടൊരു നല്ല ബന്ധത്തിലിരുന്നപ്പോഴാണ് ഞങ്ങളൊക്കെ ഇവിടെ വന്നത്. അവിടെ കോളേജിലായിരുന്ന സമയത്തുമൊക്കെ ഇലക്ഷനിലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലും മറ്റ് പ്രസ്ഥാനങ്ങളിലും ഒക്കെ പ്രവർത്തിച്ചതിന് ശേഷം വന്നതായിട്ടുള്ള ഒരു താല്പര്യം കേരളത്തോടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞതായിട്ടുള്ള നമ്മുടെ വയനാട്ടിലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതായിട്ടുള്ള വലിയ ദുരന്തത്തെ ഞങ്ങളുടെ ഇവിടെയുള്ള ആളുകളെല്ലാം അപ്പോൾ രാത്രിയും പകലുമില്ലാതെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സഹായഹസ്തം നീട്ടി സൈന്യം വന്ന് അല്ലെങ്കിൽ ഗവൺമെൻറ്റും എല്ലാം ഇടപെട്ട കാര്യങ്ങൾ ചെയ്തതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും അതാത് സമയത്ത് കണ്ടുകൊണ്ടിരുന്നതായിട്ടുള്ള ഒരു കൂട്ടം ആളുകളാണ് ഇവിടെയുള്ള മലയാളികൾ. അപ്പം കേരളത്തെപ്പോലെ തന്നെ കേരളത്തിലെ ആളുകളെ പോലെ തന്നെ കേരളത്തിൽ നടക്കുന്ന വാർത്തകൾ അന്നേരം നമ്മൾ കേരളത്തിലുള്ളവർ അറിയുന്നതിന് മുമ്പേ അമേരിക്കക്കാർ അറിയുന്നു. അതെ, കാരണം അവിടുത്തെ TV ഇപ്പം വാർത്താമാധ്യമങ്ങളെല്ലാം ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്. അതിൽ കൂടി എല്ലാം അന്നേരം ഞങ്ങൾ അവിടെ രാത്രിയിൽ നടന്നതായിട്ടുള്ള കാര്യം ഞങ്ങൾക്കൂടെ അത് പകലായിരുന്നു. അവിടെ 1 മണിക്ക് രാത്രി നടന്ന് ഞങ്ങൾക്കൂടെ പകലായിരുന്നുകൊണ്ട് നിങ്ങൾ ഉറങ്ങിയ സമയത്തും കേരളം ഉറങ്ങിയ സമയത്തും ഞങ്ങൾക്കത് നേരിൽ കാണുവാനൊക്കെ എല്ലാം ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പറഞ്ഞ കാര്യത്തിൽ വളരെയധികം കൺസേൺഡാണ്. ഇത്രയും ആളുകൾക്ക് ഒരു രാത്രി കൊണ്ട് തങ്ങളുടെ ജീവിതം മുഴുവൻ നഷ്ടപ്പെട്ടു. അനേകം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു. അപ്പനെ മക്കളെ നഷ്ടപ്പെട്ടു, അമ്മയെ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ മക്കൾക്ക് അവരുടെ മറ്റ് പ്രിയപ്പെട്ടവരെ എല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ അതിനോട് താതാത്മ്യപ്പെടുകയും പരിതപിക്കുകയും ഞങ്ങളുടെ ദുഃഖമൊക്കെ അറിയിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ റീബിൽഡ് എങ്ങനെയാണ് നമ്മൾ ഈ വയനാടിനെ റീബിൽഡ് ചെയ്യാനുള്ള കാര്യത്തിൽ ഫൊക്കാനയും തീർച്ചയായിട്ടും
കേരളത്തോടൊപ്പം ഉണ്ടായിരിക്കും, കേരളത്തിലെ ജനങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഇപ്പോഴത്തെ പ്രസിഡന്റ് ശ്രീ സജിമോൻ ആൻ്റണിയാണ്. അവർ ഓൾറെഡി അന്നേരമേ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി നമുക്ക് എന്ത് ചെയ്യാനൊക്കും എന്ന് ആലോചിക്കുകയുണ്ടായി. ചാടിക്കേറി എന്തെങ്കിലും ഇന്നതൊക്കെ ചെയ്യുന്നെന്ന് പറയുന്നതിനപ്പുറമായിട്ട് ദീർഘവീക്ഷണത്തോടുകൂടി നടത്തുന്നതായിട്ടുള്ള പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളും തീർച്ചയായിട്ടും ധനപരം പറഞ്ഞൊരു കാര്യം ശരിയാണ്. കാര്യം അവർ എന്തെങ്കിലുമൊക്കെ മോഹന വാഗ്ദാനങ്ങൾ നൽകുകയല്ല, അവർ പ്രവൃത്തിയിലൂടെയാണ്. അതെ, തീർച്ചയായും അങ്ങനെ ഒരു കാര്യത്തിൽ ഞങ്ങൾ ഉണ്ടാകും. ഈ നാളെ ഞായറാഴ്ച ഞങ്ങൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഇവിടെയുള്ള അമേരിക്കൻ മലയാളികളെ എല്ലാം വിളിച്ചുകൂട്ടി ഒരു മീറ്റിംഗ് വെക്കുന്നുണ്ട്. അതിനകത്ത് രാഷ്ട്രീയ സാമൂഹ്യ ഇവിടുത്തെ എല്ലാ നേതൃത്വവും അതിനകത്തുണ്ടാകും. അത് ഒരു സ്മരണയ്ക്ക് വേണ്ടി എനിക്ക് തോന്നുന്നു പല ആളുകളും വീട് വെച്ച് കൊടുക്കാൻ തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരാൾ വിളിച്ച് പറയുന്നത് ഞാൻ കേട്ടോ, ഒരു ഫൊക്കാനയിലെ ഒരു മുതിർന്ന ഒരംഗം, അദ്ദേഹം സ്വന്തമായിട്ടൊരു വീട് വെച്ച് കൊടുക്കാം. അതെ, ഞങ്ങൾക്ക് പലരും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പല സംഘടനകളും അമേരിക്കയിലുള്ള പല സംഘടനകളും തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് പറയുക. അപ്പം ഫൊക്കാന അതൊക്കെ ആലോചിച്ചതിന് ശേഷം എന്ത് ചെയ്യാനൊക്കും എന്നുള്ളതിനെപ്പറ്റി ആലോചിക്കുകയും അതിൻ്റെ പ്രോജക്ട്സ് എന്താണ് വേണ്ടത്, ഏത് തരത്തിലുള്ള ഒരു റീഹാബിലിറ്റേഷൻ ആൻഡ് റീബിൽഡിംഗ് ആണ് അത് സർക്കാരുമായിട്ട് ആലോചിച്ചിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് തന്നെ ചെയ്യാനുള്ള താല്പര്യമാണ് അതിനകത്തുള്ളത്. അത് ഏത് തരത്തിലാണെന്നുള്ളതിനെപ്പറ്റി ഞാനിപ്പോൾ പറയുന്നില്ല. ഞാൻ കഴിഞ്ഞ 2 വർഷം മുമ്പുള്ള പ്രസിഡൻ്റാണ്. അത് ഞാൻ പറയുന്നതിലും അപ്പുറമായിട്ട് ഇപ്പോഴത്തെ പ്രസിഡൻറ്റും ഇപ്പോഴത്തെ ഭാരവാഹികളും അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യും. എന്നാൽ ഞങ്ങൾ തീർച്ചയായും ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഫൊക്കാന എന്നുള്ള പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ഒരു ടീം അപ്രോച്ച് അതിനുണ്ട്. അത് ഞാൻ 2 വർഷവും പ്രസിഡൻ്റ് ആയതുകൊണ്ട് ഇപ്പോഴത്തെ ആളുകളെ മാറ്റി പറയുകയോ അല്ലെങ്കിൽ അവർ നല്ല ബന്ധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. അതിന് ഞങ്ങളുണ്ടാകും. ഇടയ്ക്ക് ഭാഷയ്ക്കൊരു ഡോളറിനെ പറ്റി സംസാരിച്ചു. ഭാഷയ്ക്കൊരു ഡോളർ എന്ന് പറയുന്നത് ഞങ്ങൾ ദീർഘവർഷമായിട്ട് കേരളത്തിലെ മലയാള ഭാഷ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഞങ്ങളിപ്പം നോക്കുമ്പോൾ കേരളത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. കേരളത്തിലുള്ള ആളുകൾ മലയാളത്തിനേക്കാൾ ഉപരിയായിട്ട് ഇംഗ്ലീഷും മറ്റു ഭാഷകളും അവർക്ക് വിദേശത്തൊക്കെ പോകത്തക്കവണ്ണം പഠിക്കുകയും പഠിപ്പിക്കുകയും. തമാശയായിട്ടാണെങ്കിലും ഇപ്പം ബംഗാളി സംസാരിച്ചു തുടങ്ങിയ കേരളത്തിലെ ആളുകൾ. അതെ. അപ്പോൾ എന്നാൽ ഞങ്ങൾ മലയാളത്തെ പോഷിപ്പിക്കത്തക്കവണ്ണം ഉണ്ടാക്കിയതായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഭാഷയ്ക്കൊരു ഡോളർ എന്നുള്ളത്. അത് $1 എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയതായിട്ടുള്ള ഒന്നാണ്. ഞങ്ങൾ കുറച്ച് പൈസ അതിൽ നിന്ന് കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്തു. അതെ, ഞങ്ങൾ $1 എന്ന് പറയുന്നേ ഉള്ളൂ അതിൻ്റെ ഒരു. എന്നാൽ അതിൽ നിന്ന് ഞങ്ങൾ കുറച്ച് പണം എല്ലാ വർഷവും കേരള യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ആ യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റിയാണ് നടപ്പിലാക്കുന്നത്. മറ്റ് യൂണിവേഴ്സിറ്റികളെയും കൂടെ കേരളത്തിലുള്ള മറ്റ് യൂണിവേഴ്സിറ്റികളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് മലയാളം മാസ്റ്റേഴ്സിന് അല്ലെങ്കിൽ MA ഏറ്റവും നല്ല പ്രബന്ധത്തിന് അവാർഡ് കൊടുക്കുന്നതായിട്ടുള്ളൊരു പ്രസ്ഥാനമാണ്. അതിൻ്റെ സെലക്ഷനും മറ്റു കാര്യങ്ങളും എല്ലാം യൂണിവേഴ്സിറ്റിയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫണ്ടിങ്ങും മറ്റു കാര്യങ്ങളുമാണ് ഞങ്ങൾ ഫൊക്കാന ചെയ്യുന്നത്. അത് ഒരു കീ പ്രോജക്റ്റായിട്ട് വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. കേരളത്തിലെ നല്ല സാഹിത്യകാരന്മാരെല്ലാം ഉൾപ്പെടുത്തി അവരാണ് അതിൻ്റെ തീരുമാനങ്ങളെടുക്കുകയും യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ആ അവാർഡ് കൊടുക്കുന്നു. അതും കേരളത്തിൻ്റെ മലയാളത്തെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് ഫൊക്കാന ചെയ്യുന്നതായിട്ടുള്ള ഒരു വലിയ ഒരു പ്രസ്ഥാനമാണ്. അത് ഞങ്ങൾ തുറന്നുകൊണ്ടിരിക്കും. ചുരുക്കത്തിൽ ഫൊക്കാന കേരളത്തിനൊരു താങ്ങും കൈത്താങ്ങും കരുതലുമൊക്കെയാണ്. അത് ഇനിയും അവരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ ഇപ്പോൾ പറഞ്ഞതുപോലെ വയനാട് ദുരന്തം, അതിൽ അവരുടെ കൈയഴിഞ്ഞുള്ള അവരുടെ കരുതലും താങ്ങലും കൈത്താങ്ങുമൊക്കെ സർക്കാരുമായി ചേർന്ന് ഉണ്ടാവുമെന്നാണ് മുൻ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹം പുതിയ ഭരണസമിതിക്ക് എല്ലാവിധ പിന്തുണയും കൊടുത്ത് അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുത്ത് അവരോടൊപ്പം ഉണ്ടാവുമെന്നാണ്.